യൂട്രസിന്റെ തൊട്ട് പുറകിൽ എന്തുണ്ട്? നമുക്ക് ഇതിന്റെ പോസ്റ്റീരിയർ വ്യൂ നോക്കിയാൽ ഇത് നമ്മുടെ ലാറ്ററൽ റിസോർട്ട് ചോദിക്കുന്നതാണ്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് നമ്മൾ ഒരു അനിമേഷന്റെ സഹായത്തോടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ ഇത് എന്താണ്, ഹ്യൂമൻ ബോഡിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലേ എവിടെയാണ് നമ്മുടെ യൂട്രസ്. ഓക്കെ, യൂട്രസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. യൂട്രസ് ഒരു പെൽവിക് ഓർഗൻ ആണ് അല്ലെ. യൂട്രസ് എപ്പോഴും ഒരു പെൽവിക് ഓർഗൻ ആണ്. സോ നമുക്ക് ഈ അനിമേഷനിൽ കാണാം ഇത് നമ്മുടെ പെരിട്ടോണിയം അല്ലെങ്കിൽ അബ്ഡോമിനൽ ഓർഗൻസ് ഇവിടെയാണ്, അതിന്റെ താഴെയാണ് നമ്മുടെ പെൽവിക് ഓർഗൻസ് ഇരിക്കുന്നത്. സോ നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു ക്ലോസ് വ്യൂ നോക്കാം. ക്ലോസ് വ്യൂ കണ്ടോ, ഇതാണ് നമ്മുടെ യൂട്രസ് എന്ന് പറയുക. യൂട്രസിന്റെ തൊട്ട് ഫ്രണ്ടിൽ എന്തുണ്ട്? എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ, യൂട്രസ് സപ്പോസ് ഇത് യൂട്രസ് ആണെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ എന്തുണ്ട്? നമുക്ക് യൂറിനറി ബ്ലാഡർ ഉണ്ട്. സോ ഇതാണ് യൂറിനറി ബ്ലാഡർ. സോ നമ്മൾ പോസ്റ്റീരിയർലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ആന്റീരിയർ വ്യൂ ആണ്, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. യൂട്രസ് ഉണ്ട്, യൂട്രസിന്റെ തൊട്ട് ഫ്രണ്ടില് യൂറിനറി ബ്ലാഡർ ഉണ്ട്. യൂട്രസിന്റെ തൊട്ട് പുറകിൽ എന്തുണ്ട്? നമുക്ക് ഇതിന്റെ പോസ്റ്റീരിയർ വ്യൂ നോക്കിയാൽ ഇത് നമ്മുടെ ലാറ്ററൽ വ്യൂ ആണ്. സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. സോ നമുക്ക് പോസ്റ്റീരിയർ വ്യൂ, അതായത് ബാക്കിൽ നിന്നുള്ള വ്യൂ നോക്കിയാലോ, കണ്ടോ ഇതെന്താണ്? ഇത് റെക്ടം അല്ലെ. സോ യൂട്രസ് എങ്ങനെ ഇരിക്കുന്നത്? യൂട്രസിന്റെ ഫ്രണ്ടിൽ യൂറിനറി ബ്ലാഡറും ബാക്കില് റെക്ടവും. സോ അതാണ് നമ്മുടെ പെൽവിക് ഓർഗൻ ആയിട്ടുള്ള യൂട്രസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? പൊസിഷൻ ഓഫ് യൂട്രസ് അല്ലെ. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ് പൊസിഷൻ ഓഫ് യൂട്രസ്. എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പറയുമായിരിക്കും യൂട്രസ് എന്താണ്? ആന്റി ഫ്ലെക്സ്ഡ് ആണ്, ആന്റി വേർട്ടഡ് ആണ് അല്ലെ. ആന്റി വേർട്ടഡ് ആണ്, ആന്റി ഫ്ലെക്സ്ഡ് ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ ആന്റി വേർട്ടഡ് എന്ന് പറയുന്നത്. സോ അതായത് യൂട്രസ് എന്ത് ചെയ്യുന്നു? യൂട്രസ് ഫോർവേഡ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ടായിരിക്കുന്നത് കണ്ടോ. ഇതിപ്പം ആന്റിയർ വ്യൂ ആണ്, അത്ര നമുക്ക് മനസ്സിലാവണമെന്നില്ല. ജസ്റ്റ് ഇതിന്റെ ലാറ്ററൽ വ്യൂ, സൈഡ് വ്യൂ നോക്കിക്കേ, കണ്ടോ ഇതണ്ട ഈ യൂട്രസ് ഉണ്ട്. യൂട്രസ് എന്ത് ചെയ്യുന്നു? ഫോർവേഡ് ആയിട്ട് ടിൽറ്റ് ചെയ്ത് ഒന്ന് കുനിങ്ങിട്ടല്ലേ ഇരിക്കുന്നത്. സോ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്റി വേർട്ടഡ് പൊസിഷൻ എന്ന് പറയുന്നത്. സോ മനസ്സിലായല്ലോ ആന്റി വേർട്ടഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഇപ്പം ഇതാണ് ഫ്രണ്ടിൽ ഇത് നമ്മുടെ യൂറിനറി ബ്ലാഡർ ആണ്. അപ്പം ബ്ലാഡറിന്റെ മുകളിലേക്ക് ഒന്ന് കുനിങ്ങിട്ടാണ് യൂട്രസ് ഇരിക്കുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്റി വേർട്ടഡ് പൊസിഷൻ എന്ന് പറയുന്നത്. സോ വേറൊരു കാര്യം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്താണ്? ആന്റി ഫ്ലെക്സ്ഡ് പൊസിഷൻ അല്ലെ. യൂട്രസ് ഈസ് ആന്റി വേർട്ടഡ് ആൻഡ് ആന്റി ഫ്ലെക്സ്ഡ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. സോ എന്താണ് ഈ ആന്റി ഫ്ലെക്ഷൻ എന്ന് പറയുക? സോ ഞാൻ പറഞ്ഞുതരാം. സോ അത് പറയുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഈ പാർട്സ് ഓഫ് യൂട്രസ് ഒന്ന് നോക്കാം കേട്ടോ. നമുക്ക് മെയിൻ ആയിട്ട് 3 പാർട്സ് ആണ് നമ്മൾ യൂട്രസിനുള്ളിൽ പറയുന്നത്. ഒന്ന് അതിന്റെ ടോപ്പ് മോസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ഫണ്ടസ് കണ്ടോ, ഇത് നമ്മുടെ യൂട്രൈൻ ഫണ്ടസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂട്രൈൻ ബോഡി പറയും, പിന്നെ യൂട്രൈൻ ബോഡിയുടെ താഴെ സെർവിക്സ് പറയും. സോ അങ്ങനെ 3 പാർട്സ് പറയും അല്ലെ. അതിൽ നമ്മൾ ഈ ആന്റി ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആംഗിൾ ഫോം ചെയ്യും. എന്തൊക്കെയായിട്ട്? ഈ യൂട്രൈൻ സെർവിക്സും ഈ ബോഡി ഓഫ് യൂട്രസുമായിട്ട് ഒരു ആംഗിൾ ഫോം ചെയ്യും. സോ ആ ആംഗിൾ എന്ന് പറയുന്നത് ഫോർവേഡ് ആയിട്ട് മുന്നിലേക്കൊന്ന് ചെരിഞ്ഞിരിക്കുന്നു. സോ അതിനെയാണ് നമ്മൾ ആന്റി ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. സോ അതായത് ഇത് ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ കണ്ടോ, അതായത് ഇത് നമ്മുടെ സെർവിക്സ് ആണ്, ഇത് യൂട്രൈൻ ബോഡിയാണ്. സോ ആ ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 180 ഡിഗ്രി ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത് ആന്റി ഫ്ലെക്സ്ഡ് പൊസിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പം യൂട്രസ് ഈസ് ആന്റി വേർട്ടഡ് ആൻഡ് ആന്റി ഫ്ലെക്സ്ഡ്. ആന്റി വേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്രസ് മുന്നിലേക്കൊന്ന് ആഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ടിൽറ്റഡ് ഫോർവേഡ്. അതിനെയാണ് നമ്മൾ ആന്റി വേർട്ടഡ് പൊസിഷൻ എന്ന് പറയുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു ആന്റി ഫ്ലെക്ഷൻ. ആന്റി ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബോഡി ഓഫ് യൂട്രസും ഈ യൂട്രൈൻ സെർവിക്സുമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു കേർവ്, ഒരു ബെൻഡ് ഉണ്ടാകുന്നു. ആ ബെൻഡ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അത് ലെസ് ദാൻ 180 ഡിഗ്രി ആയിരിക്കും. സോ അതിനാണ് നമ്മുടെ ആന്റി ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. സോ അത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് യൂട്രസ് ആണ് കേട്ടോ. അതായത് യൂട്രസിന്റെ അടുത്ത് നമ്മൾ നെടുകെ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എന്തൊക്കെ സ്ട്രക്ചേഴ്സ് നമുക്ക് അതിൽ കാണാനായിട്ട് കഴിയും കേട്ടോ. അപ്പം ഇത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇത് എന്താണ്? ആന്റീരിയർ വ്യൂ ആണ്, ഫ്രണ്ട് പോർഷൻ ആണ്. സോ നമ്മൾ പഠിക്കും യൂട്രസിന് 3 ലെയേഴ്സ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ഇന്നർ മോസ്റ്റ് ലെയറിന് നമ്മൾ പറയും എൻഡോമെട്രിയം എന്ന് പറയും അല്ലെ, എൻഡോമെട്രിയം. പിന്നെ നമുക്ക് ഒരു മിഡിൽ ഒരു മസ്കുലാർ ലെയർ ഉണ്ട്, ഒരു തിക്ക് ലെയർ ഉണ്ട്, അതിന് നമ്മൾ എന്ത് പറയും? മയോമെട്രിയം. പിന്നെ നമുക്ക് ഏറ്റവും പുറത്തുള്ള ലെയർ നമ്മൾ എന്ത് പറയും? പെരിമെട്രി എന്ന് പറയും. സോ ഇതാണ് 3 ലെയേഴ്സ് ഓഫ് യൂട്രസ് എന്ന് പറയുക. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേറെ പല സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെ യൂട്രസിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത്. അതിന് നമുക്ക് എന്തൊക്കെയാണത്? ഒന്ന് നമ്മൾ പറയും ഓവറി അല്ലേ. സോ ഇതാണ് നമ്മുടെ ഓവറി. അതുകൂടാതെ ആക്ച്വലി അതിന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന എന്താണ്? ഇത് ഫെലോപ്പിയൻ ട്യൂബ് അല്ലെ. സോ നമുക്ക് ഓവറി ഇത് ഓവറി യൂട്രസുമായിട്ട് ജോയിൻ ചെയ്യുന്നതിന് ഒരു ലിഗമെന്റ് ഉണ്ട്. എന്താ ലിഗമെന്റിന്റെ പേര്? യെസ്, അതിന്റെ പേരാണ് ഓവേറിയൻ ലിഗമെന്റ്. നമുക്കിവിടെ കാണാം കേട്ടോ. അതായത്
ഇതാണ്ട് ഇത് ഓവറിയാണ്. ഓവറി യൂട്രസുമായിട്ട് ചോദിക്കുന്നതാണ്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഓവറി യൂട്രസുമായിട്ട് ജോയിൻ ചെയ്യുന്ന ലിഗമെന്റിന്റെ പേര് എന്താണ്? ഒവേറിയൻ ലിഗമെന്റ് കേട്ടോ, ഒവേറിയൻ ലിഗമെന്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട്. ഫെലോപ്പിയൻ ട്യൂബിന് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ഇത് നമ്മുടെ ഫിംബ്രിയ അല്ലെ, ഫിംബ്രിയ. ദെൻ നമുക്ക് എന്തുണ്ട്? പിന്നെ ഫിംബ്രിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെർട്ടിബില ഉണ്ട്, ആംബുള്ള ഉണ്ട്, ഇസ്തുമസ് ഉണ്ട്. സോ ഇങ്ങനെ ഡിഫറെന്റ് പാർട്സ് ഉണ്ട് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിന്. അതുകൂടാതെ നമുക്ക് കണ്ടേ, ഞാൻ പറഞ്ഞു താഴേക്ക് വരുമ്പോഴത്തേക്ക് സെർവിക്സ് ഉണ്ട്, പിന്നെ സെർവൈക്കൽ ഓസ് ഉണ്ട്, പിന്നെ നമുക്ക് വജൈന ഉണ്ട്. സോ ഇത്രയാണ് എന്താ ഇന്റേണൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഒരു ക്രോസ് സെക്ഷൻ വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് സ്പെർമറ്റോസോൺ നോക്കാം. സ്ട്രക്ചർ ഓഫ് സ്പെർമറ്റോസോൺ അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് എഗ്, ഇത് രണ്ട് നോക്കാം. എഗ് അല്ലെങ്കിൽ ഓവം. സോ സ്പെർമറ്റോസോന് നമ്മൾ വേറൊരു പേരൂടെ പറയില്ല, എന്താണത്? സ്പേം സെൽ അല്ലെ, സ്പേം സെൽ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ സ്പേം സെല്ല് അല്ലെങ്കിൽ സ്പെർമറ്റോസോന് മെയിൻ ആയിട്ട് 3 സ്ട്രക്ചേഴ്സ് നമുക്ക് പറയാം. ഒന്ന് എന്താണ്? ഹെഡ്, പിന്നെ നമുക്ക് മിഡ് സെക്ഷൻ പറയാം, പിന്നെ ഒരു ടെയിൽ പറയാം. സോ ഇവിടെ കാണുന്ന പോലെ എന്താണ് ഈ ഹെഡ് എന്ന് പറയുന്നത്, അതിന്റെ ഹെഡിന്റെ സൈസ് എന്താണ്? സോറി, ഹെഡിന്റെ ഷേപ്പ് എങ്ങനെയാണ്? അത് ഹെഡ് ഒരു ഓവൽ ഷേപ്പ് ആണ് അല്ലെ, ഒരു ഓവൽ ഷേപ്പ് ആണ്. ഹെഡിന് ഫ്രണ്ടിലേക്ക് ഒരു പ്രൊജക്ഷൻ ഉണ്ട് കേട്ടോ, ഈ പ്രൊജക്ഷൻ ഉണ്ട്. അതിനെന്താ പറയുന്ന? അതിന് പറയുന്നതാണ് അക്രോസോം കേട്ടോ, അക്രോസോം. സോ അക്രോസോമിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഈ അക്രോസോമിന് പ്രധാനമായിട്ട് എന്തുണ്ട്? അതിനകത്ത് ഒരു എൻസൈം ഉണ്ട്. സോ ഈ എൻസൈം ആണ് നമ്മുടെ ഈ സ്പേമിന്റെ ഈ ഓവം പെനിട്രേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാനുള്ള എൻസൈം നമ്മുടെ അക്രോസോമിലുണ്ട്. അതുകൂടാതെ മിഡിൽ നമുക്ക് വരുന്നത് ഇതിന്റെ മിഡ് സെക്ഷൻ എന്ന് പറയും, മിഡ് സെക്ഷൻ അല്ലെങ്കിൽ മിഡിൽ പാർട്ട് എന്ന് പറയും. സോ അതിനകത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ഹെഡിനകത്താണ് എന്തുള്ളത്? ന്യൂക്ലിയസ് ഉള്ളത്. ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയസ് എല്ലാവർക്കും അറിയാല്ലേ, ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ DNA, ഓക്കെ, അതായത് നമ്മുടെ ഹെറിഡിറ്ററി മെറ്റീരിയൽ ആയിട്ടുള്ള DNA ക്യാരി ചെയ്യുന്നത് ഈ ഹെഡിനുള്ളിലുള്ള ന്യൂക്ലിയസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മിഡ് പാർട്ടില് അല്ലെങ്കിൽ മിഡിൽ സെക്ഷനിൽ മെയിൻ ആയിട്ടുള്ളത് മൈറ്റോകോൺട്രിയ ആണ്. മൈറ്റോകോൺട്രിയ എന്ത് ചെയ്യുന്നു? ഈ സ്പേമിന്റെ മോട്ടിലിറ്റി അല്ലെങ്കിൽ മൂവ്മെന്റിന് വേണ്ടുന്ന എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ. അതുകൂടാതെ നമുക്ക് ഞാൻ പറഞ്ഞു സ്പെർമറ്റോസോണിന്റെ ടെയിലൂടെ ഉണ്ട് അല്ലേ. സോ ടെയിൽ എന്ന് പറയുന്നത് ഇതിന്റെ മോട്ടിലിറ്റി സ്പീഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ടെയിലിന്റെ ഫംഗ്ഷൻ. അതിന്റെ മോഷൻ എന്ന് പറയുന്നത് ഒരു കോർക്ക് സ്ക്രൂ, ഓക്കെ, കോർക്ക് സ്ക്രൂ ഷേപ്പ് അല്ലെങ്കിൽ കോർക്ക് സ്ക്രൂ എന്ന മൂവ്മെന്റ് ആണ് നമ്മുടെ ഈ ടെയിലിന് ഉള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ക്രോസ് സെക്ഷൻ ഓഫ് എഗ് ആണ്. എഗിന്റെ ക്രോസ് സെക്ഷൻ ആണ്. സോ ഇത് എന്താണ്? നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. ഔട്ടർ ലെയർ നമ്മൾ പറയാം കൊറോണ റേഡിയേറ്റ അല്ലെ, കൊറോണ റേഡിയേറ്റ ആണ് ഈ ഔട്ടർ ലെയർ ഓഫ് ദ ഓവത്തിന് നമ്മൾ പറയുക. അതുകൂടാതെ തന്നെ ഇന്നറിൽ നമുക്ക് ഒരു സോണ പെല്ലൂസിഡ കേട്ടോ, ഈ കാണുന്ന സോണ പെല്ലൂസിഡ ഉണ്ട്. സോ അത് തിക്കാണ്. ഈ സോണ പെല്ലൂസിഡയെ പെനിട്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ നമ്മുടെ സ്പേമിന് ഉള്ളിലേക്ക് കയറാൻ കേട്ടോ. സോ സോണ പെല്ലൂസിഡ ഉണ്ട്, അതിന് ഉള്ളില് സെൽ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ മെയിൻ ആയിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. സോ ന്യൂക്ലിയസ് എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്പെർമറ്റോസോമിൽ പറഞ്ഞ പോലെ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ഈ ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക. അപ്പോ നെക്സ്റ്റ് ഫേസ് എന്താണ്? നെക്സ്റ്റ് ഫേസിൽ ആക്ച്വലി ഫെർട്ടിലൈസേഷൻ നടക്കുക അല്ലേ. അപ്പൊ എന്താണ് ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്യൂഷൻ ഓഫ് മെച്വർ സ്പേം ആൻഡ് എഗ് അല്ലേ, അതായത് ഒരു മെച്വർ ആയിട്ടുള്ള ഓവവും ഒരു സ്പേമുമായിട്ട് ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും അല്ലെ. സോ ആ സ്റ്റേജിന് അല്ലെങ്കിൽ ആ പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. സോ നമുക്ക് ജസ്റ്റ് ഒരു അനിമേഷന്റെ ഹെൽപ്പോട് കൂടി നമുക്കൊന്ന് കണ്ടാലോ. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഓവം, ഓക്കെ, മെച്വർ ഓവുലേഷൻ നടക്കുമ്പോഴത്തേക്കാണ് മെച്വർ ഓവം എന്താണ് ലിബറേറ്റ് ആകപ്പെടുന്നത് അല്ലെ. സോ ഈ ലിബറേറ്റ് ആകപ്പെടുന്ന മെച്വർ ഓവം സാധാരണ അതിന്റെ സ്പാൻ എന്ന് പറയുന്നത് 12 to 24 hours ആയിരിക്കും മെച്വർ ഓവം വയബിൾ ആയിട്ട് നിൽക്കുക. സോ അപ്പം ഈ ടൈം ഡ്യൂറേഷൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും 12 to 24 hours. അപ്പം ഈ ടൈം പീരീഡിനകം തന്നെ ഒരു മെച്വർ സ്പേം ഓവമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? സൈഗോട്ട് ഫോർമേഷൻ ഉണ്ടാകും. പിന്നെ അത് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഫോം ചെയ്യും. സോ അതിന്റെ പ്രോസസ്സ് നമ്മൾ കാണും. സോ കുറച്ച് പ്രോസസ് ഉണ്ട് നമ്മുടെ ഈ ഫെർട്ടിലൈസേഷനിൽ. ഓക്കെ, സോ അതില് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ എന്താണ്? ഓവുലേഷൻ ആണ്. സോ ഓവുലേഷനിലെ മെച്വർ ആയിട്ടുള്ള ഓവം എന്ത് ചെയ്യുന്നു? ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എൻ്റർ ആകുന്നു. സോ ഫ്യൂഷൻ ഓഫ് ഓവം ആൻഡ് സ്പേം അത് എവിടെ നടക്കുന്നത്? അത് നമ്മുടെ
ഫെലോപ്പിയൻ ട്യൂബിൽ തന്നെ ആംബുള്ള എന്ന പാർട്ടുണ്ട്. സോ അവിടെയാണ് ഈ ഫ്യൂഷൻ ഓഫ് ഓവം ആൻഡ് സ്പേം നടക്കുന്നത്. ഓക്കെ, അതുകൂടാതെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്പേം ട്രാൻസ്പോർട്ട് കേട്ടോ. സ്പേം ട്രാൻസ്പോർട്ട്, അതായത് മില്യൺസ് ഓഫ് സ്പേംസ് ഈ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എൻ്റർ ചെയ്യും. സോ അവിടെ നിന്ന് വൈബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിക്കും കോമ്പീറ്റന്റ് ആയിട്ടുള്ള സ്പേംസ് ആയിരിക്കും നമ്മുടെ എഗിന്റെ ഉള്ളിലേക്ക് എൻ്റർ ആവുക. സോ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഒരു എന്താണ് അനിമേഷന്റെ ഹെൽപ്പോടുകൂടി കാണാം. കണ്ടോ, ഈ കാണുന്ന പോലെ മില്യൺസ് ഓഫ് ഓവംസ് എൻ്റർ ആയി അവിടെ നിന്ന് പറ്റുന്നു, അവിടെ നിന്ന് അത് നമ്മുടെ ഓവത്തിലേക്ക് വരുന്നു. സോ ഇതാണ് ഔട്ടർ കവറിങ് ഞാൻ നേരത്തെ പറഞ്ഞ സോണ പെലൂസിഡ. സോ ഈ സോണ പെലൂസിഡ അല്ല, കൊറോണ റേഡിയേറ്റ. സോ ഓക്കെ, സോ അപ്പൊ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പല സ്പേമും വരുന്നു, അതിൽ നിന്ന് ഒരെണ്ണം എന്ത് ചെയ്യുന്നു, ഒരു സ്പേം എൻ്റർ ചെയ്യുന്നു. എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഹെഡില് അക്രോസോം ഉണ്ട്, അവിടെ നിന്ന് ഹൈലൂറോണോയിഡേസ് എൻസൈം ഉണ്ട്. അതിന്റെ ഹെൽപ്പോട് കൂടി ആ സ്പേം ഹെഡ് നമ്മുടെ ഓവത്തിന്റെ അകത്ത് എൻ്റർ ചെയ്യുന്നു. സോ ഒരു സ്പേം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബാക്കിയുള്ള സ്പേം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി ഓഫ് സ്പേം പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഓവത്തിൽ ഒരു ചെറിയൊരു റിയാക്ഷൻ നടക്കും, അല്ലെങ്കിൽ തിക്കനിങ് ഓഫ് ദ ലെയർ നടക്കും. അതിനാണ് നമ്മൾ പറയുന്നത് കോർട്ടിക്കൽ റിയാക്ഷൻ കേട്ടോ, കോർട്ടിക്കൽ റിയാക്ഷൻ. അപ്പൊ എന്താണ് കോർട്ടിക്കൽ റിയാക്ഷൻ? എന്തിനാ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് പോളിസ്പേം, അതായത് ഒന്നിൽ കൂടുതലായിട്ടുള്ള സ്പേം നമ്മുടെ ഓവത്തിൽ എൻട്രി ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഈ കോർട്ടിക്കൽ റിയാക്ഷൻ നടക്കുക. സോ അതെന്താണ് തിക്കനിങ് ഓഫ് ദ മെംബ്രെയിൻ ഓഫ് ഓവം. ഓക്കെ, ഓവത്തിന്റെ മെംബ്രെയിൻ തിക്കനിങ് നടക്കുന്നതിനാണ് നമ്മൾ കോർട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറയുക. അപ്പോ നമ്മുടെ ഫെർട്ടിലൈസേഷൻ, ഓക്കെ, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ മെയിനായിട്ട് ഫോം ചെയ്യുക, മെയിനായിട്ടുള്ള നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് പ്രീനേറ്റൽ ഡെവലപ്മെന്റ് ആണ്. അതായത് അമ്മയുടെ ഗർഭാവസ്ഥയിൽ കുഞ്ഞിന്റെ പല ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ്. അത് മെയിനായിട്ട് 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രീ എംബ്രിയോണിക് സ്റ്റേജ്, രണ്ടാമത്തത് എംബ്രിയോണിക് സ്റ്റേജ്, മൂന്നാമത്തത് പോസ്റ്റ് എംബ്രിയോണിക് സ്റ്റേജ് കേട്ടോ. സോ അതിൽ പ്രീ എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂറേഷൻ 0 to 2 weeks ആണ്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 3 to 8 weeks ആണ്. ദെൻ 9 weeks ടിൽ ബർത്ത് എന്ന് പറഞ്ഞാൽ എംബ്രിയോണിക് സ്റ്റേജ് ആണ് കേട്ടോ, അതായത് പോസ്റ്റ് എംബ്രിയോണിക് സ്റ്റേജ് ആണ്. സോ ഈ പ്രീ എംബ്രിയോണിക് സ്റ്റേജ് കേട്ടോ, പ്രീ എംബ്രിയോണിക് സ്റ്റേജ് ഞാൻ പറഞ്ഞു 0 to 2 weeks. അപ്പൊ അവിടെ എന്തൊക്കെയാ നടക്കുന്നത്? അതായത് ഒന്നാമത്തേത് ഈ സൈഗോട്ട് ഫോം ചെയ്ത സൈഗോട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു കേട്ടോ. മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞ് അത് മോറുല എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുന്നു. നെക്സ്റ്റ് ഈ മോറുല വീണ്ടും ഡിവിഷൻ സംഭവിച്ച് ബ്ലാസ്റ്റോസിസ്റ്റ്, ഓക്കെ, ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷൻ ഉണ്ടാകുന്നു. ഇത് ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഔട്ടർ ലെയർ ആണ്, ഇതിനെ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയും. പിന്നെ ഇത് പ്ലാസന്റ് ആയിട്ട് മാറുന്നു. സോ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് പോയിട്ട് നമ്മുടെ യൂട്രൈൻ എൻഡോമെട്രിയത്തില് ഇംപ്ലാന്റേഷൻ നടക്കുന്നു. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസിലേക്ക് പോകുന്നു, അതായത് ഡിഫറെന്റ് ജേം ലെയർ ഫോർമേഷൻ കേട്ടോ. ഡിഫറെന്റ് ജേം ലെയേഴ്സ് ആയിട്ടുള്ള എക്ടോഡം, മീസോഡം, എൻഡോഡം. സോ ഈ പ്രൊസീജിയർ ഈ പ്രോസസ് നമ്മൾ പറയുന്നതാണ് ഗ്യാസ്ട്രുലേഷൻ കേട്ടോ. അപ്പം ഈ എക്ടോഡം, ഓക്കെ, എക്ടോഡമിൽ നിന്ന് എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് ഉണ്ടാകുന്നത്? നമ്മുടെ നെർവസ് ടിഷ്യൂസ്, ഹെയർ, സ്കിൻ ഒക്കെ ഉണ്ടാകുന്നു. സോ മീസോഡേമിൽ നിന്ന് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റവും, എൻഡോഡേമിൽ നിന്ന് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, ഗ്യാസ്ട്രിക് സിസ്റ്റം ഒക്കെ ഉണ്ടാകുന്നു. നെക്സ്റ്റ് നമ്മുടെ ഹാർട്ട് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 3rd വീക്കിലാണ്. ബ്രാങ്കിയൽ ആർച്ചസ് ഫോം ചെയ്ത് തുടങ്ങുന്നത് 4 to 5 weeksലാണ്. ആ ബ്രാങ്കിയൽ ആർച്ചസ് നിന്നാണ് നമ്മുടെ ഹെഡ് നെക്കൊക്കെ ഫോം ആകുക. നെക്സ്റ്റ് ഇതുപോലെ തന്നെ 4 to 5 weeksൽ തന്നെ നമ്മുടെ ലിംബ് ബഡ്സ് ഫോം ചെയ്ത് തുടങ്ങും. ലിംബ് ബഡ്സിൽ നിന്നാണ് നമ്മുടെ ആംസും ലെഗ്സും ഒക്കെ ഫോം ചെയ്ത് വരിക. സോ ഇങ്ങനെ ഓരോ സ്റ്റേജസിലും ഓർഗാനോജെനസിസ് കഴിഞ്ഞ് പിന്നെ ഓർഗന്റെ മെച്ചുറേഷൻ നടന്നതിന് ശേഷം അമ്മയുടെ പ്രഗ്നൻസി, അതായത് അപ് ടു 38 weeks അല്ലെങ്കിൽ 40 weeksൽ അമ്മയുടെ പ്രഗ്നൻസി കംപ്ലീറ്റ് ആവുകയും നമുക്ക് ടേം ആയിട്ടുള്ള ഒരു ബേബി നമുക്ക് ലഭിക്കുകയും ചെയ്യും. സോ ഇതാണ് കുഞ്ഞിന്റെ പ്രീനേറ്റൽ ഫെർട്ടിലൈസേഷൻ, അതോടുകൂടി തന്നെ പ്രീനേറ്റൽ ഡെവലപ്മെന്റ് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് വരിക. സോ അതിനുശേഷം എന്താണ് നോർമൽ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ടേം ബേബി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. സോ ഇതാണ് ഡിഫറെന്റ് ഫേസസ്. അപ്പൊ നമുക്ക് ഫെർട്ടിലൈസേഷന്റെയും പ്രീനേറ്റൽ ഡെവലപ്മെന്റിന്റെയും ഇത് രണ്ടിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ എന്താണ് ഫെർട്ടിലൈസേഷൻ? അപ്പം നേരത്തെ പറഞ്ഞതുപോലെ പ്രോസസ് ബൈ വിച്ച് സ്പേം സെൽ ആൻഡ് ആൻ ഓവം അല്ലെങ്കിൽ എഗ് കമ്പൈൻ ടു ഫോം എ സൈഗോട്ട്, അതായത് നമ്മുടെ സ്പേം സെല്ലും എഗ്ഗും ഒക്കെ ഫോം ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് ഈ സൈഗോട്ട് എന്ന് പറയുന്ന സ്റ്റേജിൽ എത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക. സോ ഈ ഫെർട്ടിലൈസേഷനിൽ ഡിഫറെന്റ് ഫേസസ് ഉണ്ട്. സോ ജസ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പോകാം. സോ അതിൽ ആദ്യമായിട്ട് വരിക ഓവുലേഷൻ ആണ്. ഓവുലേഷൻ എന്താണ്?
റിലീസ് ഓഫ് മെച്ചർ ഓവം അല്ലെ, അതായത് മെച്ചർ ആയിട്ടുള്ള ഓവം ഫെലോപ്പിയൻ ട്യൂബിലേക്ക് റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവുലേഷൻ എന്ന് പറയുന്നത്. ഈ ഓവം എത്ര നാള് അല്ലെങ്കിൽ എത്ര സമയം ഈ ഓവം വയബിൾ ആയിരിക്കും, അതായത് ഓവം അതായത് ഈ സ്പേസിനകത്ത് അല്ലെങ്കിൽ ഈ ടൈം പീരീഡിനകം ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ഈ ഓവം റിമെയിൻസ് വയബിൾ ഫോർ 12 to 24 hours, അതായത് അര ദിവസം മുതൽ ഒരു ദിവസം വരെയാണ് സാധാരണ ഓവം വയബിൾ ആയിട്ട് ഇരിക്കുക ആഫ്റ്റർ ഓവുലേഷൻ കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് sperm transport ആണ്. sperm travel through cervix, uterus and in the fallopian tube. അതെങ്ങനെ ട്രാവൽ ചെയ്യുന്നത്, using the flagella and is assisted by uterine contraction. So flagella യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫ്ലജല്ലയുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മുടെ sperm ട്രാൻസ്പോർട്ട് ചെയ്ത് യൂട്രസിന്റെ അകത്തേക്ക് എത്തുക. നെക്സ്റ്റ് ഒരു ഫേസ് ഉണ്ട്, അതിന്റെ പേരാണ് കപ്പാസിറ്റേഷൻ. എന്താണ് കപ്പാസിറ്റേഷൻ? അതായത് കപ്പാസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ബയോകെമിക്കൽ പ്രോസസ് ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്ട്. അതിൽ എന്താ സംഭവിക്കുന്നത്? ദിസ് ഇൻവോൾവ് ചേഞ്ചസ് ടു ദ സ്പേം മെംബ്രെയിൻ, അതായത് സ്പേം മെംബ്രെയിന് കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ടോ, ലൈക്ക് ഇൻക്രീസിങ് ഇറ്റ്സ് മോട്ടിലിറ്റി. ഇതിന്റെ സ്പേമിന്റെ മോട്ടിലിറ്റി കൂടുന്നുണ്ട്. അത് കൂടാതെ തന്നെ മേക്കിംഗ് ഇറ്റ് കേപ്പബിൾ ഫോർ ഫെർട്ടിലൈസിങ് ദ ഓവം, അതായത് സ്പേമിനെ ഓവത്തിന് ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള എബിലിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ, ഈ കപ്പാസിറ്റേഷനിലൂടെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരിക ഫോർത്ത് ഫേസ് വരിക അക്രോസോമൽ റിയാക്ഷൻ കേട്ടോ. അക്രോസോമൽ റിയാക്ഷൻ എന്താണ്? അക്രോസോമൽ റിയാക്ഷൻ അതായത് അപ്പോൾ കോണ്ടാക്ട് വിത്ത് സോണ പെലൂസിഡ. സോണ പെലൂസിഡ നമ്മൾ കണ്ടു അല്ലെ, അതായത് ഔട്ടർ ലെയറിംഗ് ഔട്ടർ ലെയർ ഓഫ് ദ ഓവൺ, ഓവത്തിന്റെ കവർ ചെയ്ത് വരുന്ന ലെയറിനാണ് നമ്മൾ സോണ പെലൂസിഡ എന്ന് പറയുന്നത്. സോ അവിടെ കോണ്ടാക്ട് വരുമ്പോ ഈ സ്പേം എന്ത് ചെയ്യുന്നു? സ്പേം അണ്ടർഗോസ് അക്രോസോമൽ റിയാക്ഷൻ കേട്ടോ. സ്പേം ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ സ്പേമിൽ റിയാക്ഷൻ നടക്കുന്നു. സോ അതിനാണ് അക്രോസോമൽ റിയാക്ഷൻ എന്ന് പറയുക. ഞാൻ ആ സ്പേമിന്റെ സ്ട്രക്ചർ കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അക്രോസോം എന്ന് പറയുന്നത് എന്താണ്? ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഓൺ ദ സ്പേം ഹെഡ്. സ്പേം ഹെഡിൽ 3 പാർട്സ് നമ്മൾ പറഞ്ഞു അല്ലേ, ഒന്ന് ഹെഡ്, പിന്നെ അതിന്റെ മിഡിൽ ലെയർ, പിന്നെ അവസാനം ടൈല്. സോ അതിന്റെ ഹെഡില് ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്രോസോം എന്ന് പറയുന്നത്. അവിടെ നിന്ന് കുറച്ച് എൻസൈംസ് റിലീസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. സോ എന്തൊക്കെ എൻസൈംസ് ആണ് റിലീസ് ചെയ്യുന്നത്? എൻസൈംസിലേക്ക് ഹയലൂറോണിഡേസ് കേട്ടോ, ഹയലൂറോണിഡേസും അക്രോസിനും കേട്ടോ, ഇങ്ങനെയുള്ള എൻസൈംസ് റിലീസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? ഇത് സ്പേം ഈ സോണ പെലൂസിഡ എന്ന് പറയുന്ന ലെയറിനെ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് ഈ എൻസൈംസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഹയലൂറോണിഡേസും അക്രോസിനും. ഓക്കെ, അതിനുശേഷം എന്താണ്? പെനിട്രേഷൻ ഓഫ് ദ ഓവം സംഭവിക്കുന്നുണ്ട്. സ്പേമും ഓവവും എന്ത് ചെയ്യുന്നു? മെമ്പറിനെ ഫ്യൂസ് ചെയ്തിട്ട് ഈ സ്പേം ന്യൂക്ലിയസ്, സ്പേമിന്റെ അതും നമ്മൾ ആ അനിമേഷനിൽ കണ്ടതല്ലേ, സ്പേമിന്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഹെഡിലാണ് ന്യൂക്ലിയസ് ഇരിക്കുന്ന. ന്യൂക്ലിയസ് ഓവത്തിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് നടക്കുന്ന റിയാക്ഷൻ ആണ് നമ്മൾ പറയുന്നത് കോർട്ടിക്കൽ റിയാക്ഷൻ. ഇമ്പോർട്ടന്റ് ആട്ടോ. ഈ കോർട്ടിക്കൽ റിയാക്ഷൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിക്കാം. എന്താ കോർട്ടിക്കൽ റിയാക്ഷൻ? ആഫ്റ്റർ ദ സ്പേം എൻറ്റേഴ്സ് ദ ഓവം അണ്ടർഗോസ് കോർട്ടിക്കൽ റിയാക്ഷൻ. അപ്പൊ കോർട്ടിക്കൽ റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത്? ദിസ് പ്രോസസ് പ്രിവെന്റ്സ് പോളിസ്പേമി. എന്താണ് പോളിസ്പേമി എന്ന് പറയുന്നത്? എൻട്രി ഓഫ് മൾട്ടിപ്പിൾ സ്പേം. ഓക്കെ, മൾട്ടിപ്പിൾ സ്പേം ഓവത്തിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ എന്താണ് കൺട്രോൾ ചെയ്യുകയാണ് ഈ കോർട്ടിക്കൽ റിയാക്ഷനിൽ കൂടെ ചെയ്യുക. അപ്പൊ എന്താണ്? ബൈ ഹാർഡനിങ് ദ സോണ പെലൂസിഡ ആൻഡ് മോഡിഫൈങ് ഇറ്റ്സ് റിസപ്റ്റേഴ്സ്. അപ്പൊ ഈ സോണ പെലൂസിഡ എന്ത് ചെയ്യുന്നു? കട്ടിയാക്കുന്നു അല്ലെങ്കിൽ ഹാർഡൻ ആക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള സ്പേംസ് ഓവത്തിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ കോർട്ടിക്കൽ റിയാക്ഷൻ കേട്ടോ, കോർട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് ഫേസ് എന്താണ്? ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. സോ അപ്പം 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? സിംഗിൾ ഡിജിറ്റ് ആണ്. സോ ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ എന്ത് ചെയ്യുന്നു? ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ ഓഫ് ദ സ്പേമും ഓവം, അതായത് സ്പേമിന്റെയും ഓവത്തിന്റെയും ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാകുന്നു? ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ സൈഗോട്ട് ഉണ്ടാകുന്നു. സോ ഇത്രയും ഫേസസ് കഴിയുന്നതാണ് എന്താണ്? ഈ പ്രീ എംബ്രിയോണിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഇത്രയും ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഫോർമേഷൻ ഓഫ് സൈഗോട്ട് എന്ന് പറയുക. സോ ദ സൈഗോട്ട് ഈസ് നൗ റെഡി ഫോർ ഇറ്റ്സ് ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ. എന്താണ്? ഇപ്പം സൈഗോട്ട് ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ആൻഡ് ബിഗിൻസ് ഇറ്റ്സ് ജേർണി ടു ദ യൂട്രസ് ഫോർ ഇംപ്ലാന്റേഷൻ. നെക്സ്റ്റ് ഫേസ് ആണ് നമ്മുടെ യൂട്രസിൽ പോയിട്ട് ഈ സൈഗോട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നു. സോ എന്താണ്? ഇംപ്ലാന്റേഷൻ നടക്കുന്നത് മുതലാണ്
പ്രീ നേറ്റൽ ഡെവലപ്മെന്റ് നടക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടതായിരുന്നു ഫെർട്ടിലൈസേഷന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് ആയിരുന്നു. സോ അതിനുശേഷമാണ് നെക്സ്റ്റ് ആണ് നമ്മുടെ പ്രീ നേറ്റൽ ഡെവലപ്മെന്റ് നടക്കുക. സോ ഈ പ്രീ നേറ്റൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ബൈ വിച്ച് ഹ്യൂമൻ എംബ്രിയോ ആൻഡ് ഫീറ്റസ് ഗ്രോ ആൻഡ് ഡെവലപ്പ് ഡ്യൂറിംഗ് പ്രഗ്നൻസി. അമ്മയുടെ പ്രഗ്നൻസിയുടെ സമയത്ത് എംബ്രിയോയും ഫീറ്റസും എന്ത് ചെയ്യുന്നു? ഗ്രോ ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. സോ അതിനാണ് നമ്മൾ പ്രീ നേറ്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് മെയിൻ ആയിട്ട് 3 സ്റ്റേജസ് ആണുള്ളത്. ഒന്ന് പ്രീ എംബ്രിയോണിക്, 2 എംബ്രിയോണിക്, മൂന്നാമത്തേത് പോസ്റ്റ് എംബ്രിയോണിക് അല്ലെങ്കിൽ ഫീറ്റൽ സ്റ്റേജ്. അങ്ങനെ 3 ഫേസസ് അല്ലെങ്കിൽ 3 സ്റ്റേജസ് ആണ് ഈ പ്രീ നേറ്റൽ ഡെവലപ്മെന്റിൽ ഉള്ളത്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള പ്രീ എംബ്രിയോണിക് സ്റ്റേജ്. ഓക്കെ, പ്രീ എംബ്രിയോണിക് സ്റ്റേജ് അതിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? ഇമ്പോർട്ടന്റ് ആണ്. 0 to 2 weeks. ഓക്കെ, 2 ആഴ്ച വരെയാണ് ഈ പ്രീ എംബ്രിയോണിക് സ്റ്റേജിന്റെ ഡ്യൂറേഷൻ വരിക. അതിന്റെ പ്രോസസ് എന്താണ്? ഫ്രം ഫെർട്ടിലൈസേഷൻ ടിൽ ഇംപ്ലാന്റേഷൻ. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടന്നു, അത് മുതൽ ഇംപ്ലാന്റേഷൻ ഓഫ് ദ സൈഗോട്ട് ആണ് എന്ത്? പ്രീ എംബ്രിയോണിക് സ്റ്റേജിൽ വരിക. ഓക്കെ, സോ ഇതിവിടെ മെയിൻ ആയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. അതുകൂടാതെ ക്ലീവേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. എന്താണ് ക്ലീവേജ്? ദ സൈഗോട്ട് അണ്ടർഗോ റാപ്പിഡ് മൈറ്റോട്ടിക് ഡിവിഷൻസ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്റ്റേജിൽ നടക്കുന്ന ഡിവിഷൻസ് എന്താണ്? മൈറ്റോട്ടിക് ഡിവിഷൻസ് ആണ്. മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് മോറുല കേട്ടോ, മോറുല ഫോം ചെയ്യുന്ന ഫേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പം ക്ലീവേജിന് എന്ത് സംഭവിക്കുന്നുണ്ട്? സൈഗോട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തി മോറുല എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നു കേട്ടോ. സോ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ക്ലീവേജ് കഴിഞ്ഞാല് ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷൻ. അതായത് എന്താ? മോറുല കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഫേസ് എന്താണ്? ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷൻ ആണ്. സോ ഇവിടെ മോറുല ബിക്കംസ് എ ബ്ലാസ്റ്റോസിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 എണ്ണമാണ്, ട്രോഫോബ്ലാസ്റ്റും പിന്നെ ഇന്നർ സെൽ മാസും. ഓക്കെ, ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽ മാസും. അപ്പൊ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രോഫോബ്ലാസ്റ്റ് പിന്നീട് ലേറ്റർ ആയിട്ട് നമ്മൾ നേരത്തെ അനിമേഷനിൽ കണ്ടാണ് ഔട്ടർ സെൽ മാസിനാണ് ഈ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് പ്ലാസന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഈ ഇന്നർ സെൽ മാസ് എന്ന് പറയുന്നത് എംബ്രിയോ ആയിട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഫേസ് ആണ് ഇംപ്ലാന്റേഷൻ. അതായത് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന എവിടെയാണ്? യൂട്രൈൻ വാളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. സാധാരണ ഇത് 6 to 10 days ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഫെർട്ടിലൈസേഷൻ ഉണ്ടായി 6 മുതൽ 10 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് ഇംപ്ലാന്റേഷൻ നടക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എംബ്രിയോണിക് സ്റ്റേജ് ആണ്. ഡ്യൂറേഷൻ 3 to 8 weeks ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഡ്യൂറേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. 3 to 8 weeks ആണ്. സോ ഇവിടെ നടക്കുന്ന അല്ലെങ്കിൽ കീ ഇവന്റ്സ് എന്ന് പറയാ, ഒന്നാമത്തേത് ഗ്യാസ്ട്രുലേഷൻ ആണ്. ഗ്യാസ്ട്രുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ ഓഫ് 3 ജേം ലേയേഴ്സ് ആണ്. അതായത് എക്ടോഡം, മീസോഡം, എൻഡോഡം. സോ ഈ ജേം ലേയേഴ്സ് ഫോം ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നു. സോ എക്ടോഡം എന്ത് ചെയ്യുന്നു? ഡെവലപ്സ് ഇൻടു, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 കാര്യം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഏത് ലെയറിൽ നിന്നാണ് ഈ ഓർഗൻസ് ഒക്കെ ഫോം ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. സോ എക്ടോഡോമിൽ നിന്ന് നെർവസ് സിസ്റ്റം, സ്കിന്ന്, ഹെയർ ഫോം ചെയ്യുന്നു. മീസോഡോമിൽ നിന്ന് മസിൽസ്, ബോൺസ്, പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം, കണക്റ്റീവ് ടിഷ്യൂസ്, ഇതെല്ലാം മീസോഡോമിൽ നിന്ന് ഫോം ചെയ്യുന്നു. എൻഡോഡോമിൽ നിന്ന് എന്തൊക്കെ ഫോം ചെയ്യുന്നു? ഗിവ് റൈസ് ടു റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പൊ ഗ്യാസ്ട്രുലേഷൻ നടക്കുന്ന എപ്പോഴാണ്? സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള എംബ്രിയോണിക് സ്റ്റേജ്, ദാറ്റ് ഇസ് ബിറ്റ്വീൻ 3 to 8 weeksലാണ് ഗ്യാസ്ട്രുലേഷൻ നടക്കുക. നെക്സ്റ്റ് എന്താണ്? ഓർഗാനോജെനിസിസ്. ഓർഗാനോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് ഡിഫറെന്റ് ഇമ്പോർട്ടന്റ് ഓർഗൻസ് അല്ലേ. അതായത് ഹാർട്ടിന്റെ ഫോർമേഷൻ, ന്യൂറൽ ട്യൂബ് ഫോർമേഷൻ, ലിംബിന്റെ ഫോർമേഷൻ ഒക്കെ വരുന്ന എപ്പോഴാണ്? ഓർഗാനോജെനിസിസ് ആയിട്ടുള്ള സ്റ്റേജിലാണ്. നെക്സ്റ്റ് പ്ലാസന്റ ഡെവലപ്മെന്റ് നടക്കുന്നു. അതുകൂടാതെ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് തേർഡ് ഫേസ് ആണ്. അതായത് ഫീറ്റൽ സ്റ്റേജ് അല്ലെങ്കിൽ പോസ്റ്റ് എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയും. സാധാരണ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 9 weeks till birth ആണ് കേട്ടോ. 9 weeks till birth ആണ്. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഗ്രോത്ത് ആൻഡ് മെച്ചുറേഷൻ. ഓക്കെ, അതായത് ഫീറ്റസിന്റെ ഗ്രോത്തും മെച്ചുറേഷനും നടക്കുന്നു. റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ദ ഫീറ്റസ് ഇൻ സൈസ് ആൻഡ് വെയിറ്റ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് ഡിഫറെന്റ് ഫങ്ഷണൽ സിസ്റ്റം. അതായത് ഫങ്ഷണൽ സിസ്റ്റംസിന്റെ ഒക്കെ ഡെവലപ്മെന്റ് നടക്കുന്നു. പിന്നെ 9 to 12 weeks മെയിൻ ആയിട്ട് ഫോർമേഷൻ ഓഫ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഓക്കെ, എക്സ്റ്റേണൽ ജെനിറ്റാലിയുടെ ഫോർമേഷൻ നടക്കുന്നു. അതുകൂടാതെ റിഫ്ലക്സസ് ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ഫീറ്റസ് ബിഗിൻസ് മൂവിങ്. ഓക്കെ, അതായത് ഫീറ്റസ് യൂട്രസിനകത്ത് മൂവ് ചെയ്ത് തുടങ്ങുന്നു. എപ്പോഴാണ്? 9 to 12 weeks. നെക്സ്റ്റ് 13 to 24 weeksലാണ് ലാനുഗോ. ലാനുഗോ അറിയാം അല്ലെ? നമുക്ക് എന്താണ്? ഫൈൻ, ചെറിയ ഫൈൻ ആയിട്ടുള്ള ഹെയർസ് കുഞ്ഞിന്റെ സ്കിന്നിൽ ഉണ്ടാവും അല്ലെ? ജനിക്കുമ്പോൾ നമ്മൾ നോക്കും അല്ലെ? സോ അതിനാണ് ലാനുഗോ എന്ന് പറയുന്നത്. ഫൈൻ ഹെയർ ദാറ്റ് കവേഴ്സ് ദ സ്കിൻ. എപ്പോഴാണ്? 13 to 24 weeks. ദെൻ ലങ്സ് സർഫാക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ് സർഫാക്റ്റന്റ്? നമ്മള് പൾമോറിൽ പഠിച്ചു അല്ലെ? റെസ്പിറേറ്ററിയിൽ പഠിച്ചു. നമ്മുടെ പ്രധാനമായിട്ടും ടൈപ്പ് 2 ആൽവിയോളർ സെൽസ് ആണ് സർഫാക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സർഫസ് ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്
മെയിൻ ആയിട്ട് ഇതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരിക. സോ ഇത് നടക്കുക 13 to 24 വീക്സിലാണ്. നെക്സ്റ്റ് 25 to 40 വീക്സിൽ സിഗ്നിഫിക്കന്റ് വെയിറ്റ് ഗെയിൻ. പിന്നെ അതുകൂടാതെ ഓർഗൻസ് ബിക്കം ഫുള്ളി ഫങ്ഷണൽ ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ലൈഫ് ഔട്ട്സൈഡ് ദ ഹോം. അതായത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ടേം ബേബി ആയിട്ട് ജനിച്ച് നോർമൽ ആയിട്ടുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രിപ്പറേഷനും നടക്കുക ഈ 25 to 40 വീക്സിലാണ്. സോ ഇതാണ് നമ്മുടെ ഫെർട്ടിലൈസേഷനും ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് പ്രീ നീറ്റൽ ഡെവലപ്മെന്റ്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി കുറെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. സോ ഇവിടെ നിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. സോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഈ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ആർക്കെങ്കിലും നമ്മുടെ റെഗുലർ ബാച്ചസിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ 5th ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 1-2 ക്ലാസ്സുകളായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സസിന് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ JPHന്റെ അഡ്മിഷനും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാം എഴുതണം അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് എന്തൊക്കെയാണെങ്കിൽ നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതി ജോലികൾ എല്ലാവർക്കും ലഭിക്കട്ടെ കേട്ടോ. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നിങ്ങൾ നടക്കുക. സോ നെക്സ്റ്റ് നമുക്കൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും ബൈ ബൈ.